മുത്തശ്ശിയുടെയും പദ്ധതികളൊക്കെ വർക്കൗട്ടായി വരുന്ന ഒരു എപ്പിസോഡ്സാണ് നമ്മളിപ്പോൾ കണ്ടുവന്നത്. അതായത് ഈ ശ്രീരാമൻ്റെയും സീതയുടെയും വിഗ്രഹ പൂജയൊക്കെയായി ബന്ധപ്പെട്ടിട്ട് തന്നെ രണ്ട് വീട്ടുകാരും തമ്മിലുണ്ടാകുന്ന പ്രശ്നങ്ങളൊക്കെ ഒന്ന് അയഞ്ഞ് രണ്ട് വീട്ടുകാരും തമ്മിലൊരു അടുപ്പം ഉണ്ടാവാൻ തുടങ്ങിയിട്ടുണ്ടായിരുന്നു. പിന്നെ ശങ്കരനാരായണൻ്റെ മനസ്സിൽ വിക്രമിനോടുണ്ടായിരുന്ന മനോഭാവത്തിൽ ഒരയവ് വന്നിട്ടുണ്ട്. വേദോട് ശങ്കരനുണ്ടായിരുന്ന ദേഷ്യമൊക്കെ പോയി. വേദ ജൂനിയറായിട്ട് പ്രാക്ടീസ് ചെയ്യാൻ പോവാൻ തുടങ്ങുകയാണെന്നൊക്കെ അറിയുമ്പോൾ മുന്നത്തേക്കാളും സന്തോഷം ഉണ്ടാവുകയാണ്. പിന്നെ വിക്രമിനെ മരുമകനായിട്ട് അംഗീകരിക്കാൻ ശങ്കരനാരായണൻ മനസ്സുകൊണ്ട് തയ്യാറെടുക്കുകയായിരുന്നു. അപ്പം അങ്ങനെ സന്തോഷത്തിലായിരുന്ന ഒരു നിമിഷത്തിൽ നിന്ന് പെട്ടെന്നാണ് ഇവരുടെ ജീവിതത്തിലേക്ക് പ്രശ്നങ്ങൾ കയറി വരുന്നത്. ആ പ്രശ്നങ്ങൾ പിന്നീട് എത്തിപ്പെടുന്ന പ്രശ്നം വിക്രമും വേദയും തമ്മിൽ പിരിയാൻ വരെ കാരണമാവുന്ന ഒരു പ്രശ്നത്തേക്കാണ് വിക്രം എത്തിപ്പെടുന്നത് കേട്ടോ. ഇപ്പോൾ ഒരു ദിവസം വിക്രമത്തിന് പരിചയമുള്ള ഒരാളാണ്. പരിചയമുള്ള ഒരാളെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അറിയുന്ന ഒരാളുടെ ആള് വിക്രത്തിനോട് സഹായം ചോദിച്ച് ഒരു വട്ടം വന്നപ്പോൾ വിക്രത്തിന് അത് ചെയ്തു കൊടുക്കാൻ പറ്റുന്നുണ്ടായിരുന്നില്ല കേട്ടോ. അന്ന് വിക്രത്തിന് അത് ചെയ്തു കൊടുക്കാൻ പറ്റാതിരുന്നതും പിന്നെ കുറച്ച് ദിവസം കഴിഞ്ഞിട്ടാണ് അയാൾ പിന്നെയും വിക്രം കാണുന്നത്. കാണുമ്പോൾ അയാൾ കരഞ്ഞിട്ടാണ് കാണുന്നത്. കരഞ്ഞിട്ടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കരഞ്ഞിട്ട് കുറച്ച് മരുന്നൊക്കെ ആയിട്ട് ഇങ്ങനെ കരഞ്ഞിട്ട് റോഡിലൂടെ പോകുന്നത് ശ്രദ്ധയിൽപ്പെടുന്ന വിക്രം പോയി കാര്യങ്ങൾ അന്വേഷിക്കുമ്പോൾ ആദ്യം അയാളൊന്നും പറയാൻ തയ്യാറാവുന്നില്ല കേട്ടോ. വിക്രമിനോട് ദേഷ്യപ്പെടുകയാണ് ചെയ്തത്. നിങ്ങളൊക്കെ ഉണ്ടായിട്ട് എന്താ കാര്യം? ഒന്നെങ്കിൽ പോലീസുകാർ നല്ലവരായിരിക്കണം, അല്ലെങ്കിൽ നാട്ടിലുള്ള ചെറുപ്പക്കാർ നല്ലവരായിരിക്കണം. ആരെയും കൊണ്ടും ആർക്കും ഒരു ഉപയോഗവും ഇല്ല. ആരും ഒന്നും ചെയ്യുന്നില്ല. ഇന്നത്തെ കാലത്ത് ചെറുപ്പക്കാരൊന്നും ഒരു പ്രശ്നത്തിന് ചോദ്യം ചെയ്യാനോ അതിലിടപെടാനോ ഒന്നും തയ്യാറാവുന്നവരല്ല. നിങ്ങളൊക്കെ ഉണ്ടായിട്ട് ഒരു കാര്യം ഉണ്ടായില്ല എന്നൊക്കെ പറഞ്ഞിട്ട് അയാളിങ്ങനെ പെരുപുറത്തോണ്ടിരിക്കുകയാണ് കേട്ടോ. കരയുന്നുണ്ട് കേട്ടോ അതിൻ്റെ ഇടയിൽ. അപ്പോൾ വിക്രം ചോദിക്കുന്നുണ്ട്, കാര്യം എന്താണെന്ന് പറയും ചേട്ടാ. അന്ന് ചേട്ടൻ വന്നു എന്ന് ഞാൻ അറിഞ്ഞു, പക്ഷെ അന്ന് എനിക്ക് സഹായിക്കാൻ പറ്റില്ല. ഇപ്പം എന്താ പ്രശ്നം എന്ന് പറയാം. ഇനിയിപ്പോൾ അത് അറിഞ്ഞിട്ട് എന്തിനാ? അന്ന് ഞാൻ നിന്നോട് സഹായം ചോദിച്ചു വന്നപ്പോൾ നീ അത് ചെയ്തു തരും എന്നുള്ളൊരു വിശ്വാസം എനിക്കുണ്ടായിരുന്നു. പക്ഷെ നീ അത് ചെയ്തു തന്നില്ല. ഇനിയിപ്പോൾ അതിൻ്റെ ആവശ്യമില്ല എന്നൊക്കെ പറയാൻ കേട്ടോ. എന്താ ചേട്ടൻ ഇങ്ങനെയൊക്കെ പറയുന്നത്? ചേട്ടനെ സ്വന്തം ചേട്ടനായിട്ടല്ലേ കാണുന്നു, കാര്യം പറയും ചേട്ടാ എന്നൊക്കെ പറഞ്ഞിട്ട് വിക്രമൻ ചോദിക്കുന്നുണ്ട്. കൂടെ അവൻ്റെ വർക്ക്ഷോപ്പിൽ ഇരിക്കുന്ന ആൾക്കാരൊക്കെ ചോദിക്കുന്നുണ്ട് കേട്ടോ. അപ്പം അയാൾ കാര്യം പറഞ്ഞില്ല. വിക്രമിനെയും കൂട്ടിയിട്ട് ഒരു ഹോസ്പിറ്റലിലേക്കാണ് പോകുന്നത്. ആ ഹോസ്പിറ്റലിൽ ആളുടെ മകള് കിടക്കുന്നത് കാണിച്ചു കൊടുക്കാറുണ്ട് വിക്രമിന്. കണ്ടില്ലേ, ആകെ ഞങ്ങൾക്കുള്ളൊരു മകളാണ്, പൊന്നെ തേനേന്ന് പറഞ്ഞ് ഞങ്ങൾ വളർത്തിക്കൊണ്ട് വന്ന മകളാണ്. വയസ്സാവുമ്പോൾ ഞങ്ങൾക്ക് ഒരു സഹായമാവുമെന്ന് വിചാരിച്ചവളിപ്പോൾ ജീവിതത്തിനും മരണത്തിനും ഇടയിൽ കടന്ന് ചക്രശ്വാസം വലിക്കുകയാണ്. എൻ്റെ കുട്ടീനെ ഇങ്ങനെ ആക്കിയ ആൾക്കാർ തല ഉയർത്തിപ്പിടിച്ച് ഈ സമൂഹത്തിൽ നടക്കുകയാണെന്നൊക്കെ പറയാൻ കേട്ടോ. കാരണം ആ കുട്ടീനെ റേപ്പ് ചെയ്തിട്ട് അത്രയും സീരിയസ് ആയൊരു സിറ്റുവേഷനിലാണ് ആ കുട്ടി കിടക്കുന്നത് കേട്ടോ. ഇത് കണ്ടപ്പോൾ തന്നെ വിക്രമിൻ്റെ കയ്യിൽ നിന്ന് പോവുകയാണ്. വിക്രമിൻ്റെ എല്ലാ കൂട്ടുകാരുടെയൊക്കെ ആകെ വിഷമാവുകയാണ്. കാരണം അത്രയും ക്രൂരായിട്ടാണ് ആ കുട്ടീനെ അങ്ങനെ ചെയ്തിട്ടുണ്ടാവുക കേട്ടോ. അപ്പോൾ ആ കുട്ടി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത്ര പ്രായമൊന്നുള്ളൊരു പെൺകുട്ടിയൊന്നല്ല, ചെറിയൊരു കുട്ടിയാണ് കേട്ടോ. അപ്പോൾ ഇത്രയും പ്രായം കുറഞ്ഞൊരു കുട്ടിയോട് ഇങ്ങനെയൊക്കെ പെരുമാറാൻ അത്രയും മൃഗത്തിൻ്റെ തരം താഴ്ന്ന ഒരാൾക്കേ പറ്റുള്ളൂ എന്നൊക്കെ ഡോക്ടർ വിക്രമിനോട് സംസാരിക്കുകയാണ്. അപ്പോൾ വിക്രമിന് അത് ഭയങ്കര വിഷമാവാണ് കേട്ടോ. ഇത്രയും പോകുന്നൊരു കുട്ടിയോട് ഇങ്ങനെയൊക്കെ ചെയ്യാൻ ആർക്കാണ് ഇത്രയും വൃത്തികെട്ടവൻ ആരാണ് എന്നൊക്കെ അന്വേഷിച്ചിട്ട് വിക്രം എത്തിപ്പെടുന്നത് അവരുടെ തന്നെ പാർട്ടിയിലുള്ള ഒരാൾ MLAയുടെ മകനാണ്. അപ്പോൾ അവന് ഇനി അങ്ങനെ വിട്ടു കഴിഞ്ഞാൽ ശരിയാവില്ല എന്ന് വിക്രം തീരുമാനിക്കുകയാണ്. അങ്ങനെ വിക്രം ഇതൊക്കെ ശ്രീകാര്യം ശ്രീനിവാസൻ സാറിനോട് പോയി പറയുകയാണ്. അയാളോട് പറയുകയാണ്. എന്നിട്ട് ഇങ്ങനെ കാര്യങ്ങൾ പറയുകയാണ്. ഇനി അവൻ അങ്ങനെ വിട്ടാൽ പറ്റില്ല. എനിക്ക് അവിടെ കിടക്കുമ്പോൾ എൻ്റെ ചേട്ടൻ്റെ മകളുടെ മുഖമാണ് എനിക്ക് ഓർമ്മ വന്നത്. ഇനി ഒരു കുട്ടിക്ക് ഈ ഒരു അവസ്ഥ ഉണ്ടാവരുത്. ആ കുട്ടിയുടെ പേരോ ഒന്നും ആരും അറിയരുത്. പക്ഷെ എനിക്ക് അവനെ എന്തെങ്കിലും ചെയ്യണം. ഇങ്ങനെയൊക്കെ ചെയ്യാൻ ഒരു മൃഗത്തിന് പോലും കഴിയില്ല. അത്രയും വൃത്തികെട്ട ക്രൂരനായ ഒരാൾക്ക് മാത്രമേ ഇങ്ങനെയൊക്കെ ഒരു പെൺകുട്ടിയോട് പെരുമാറാൻ പറ്റുള്ളൂ. അവനൊന്നും ഇനി ജീവിച്ചിരിക്കേണ്ട ആവശ്യമില്ല എന്നൊക്കെ പറയാനുണ്ട്. അപ്പോൾ ആദ്യം ശ്രീനിവാസൻ പറയുന്നുണ്ട്, നീ പറയുന്നത് ശരിയാണ്, നിന്റെ വികാരം എനിക്ക് മനസ്സിലാവുന്നുണ്ട്. പക്ഷെ നമുക്കതിൽ ഇടപെടാനുള്ളതിൽ പരിമിതിയുണ്ട് വിക്രം. അയാളൊരു നമ്മുടെ പാർട്ടിയിൽ തന്നെ ഒരു ഉയർന്ന നേതാവാണ്. ആളുടെ മകനെ തൊടുക എന്ന് വെച്ച് കഴിഞ്ഞാൽ അത് റിസ്ക് ആണെന്നൊക്കെ പറയുന്നുണ്ട്. അപ്പോൾ ചേട്ടൻ എന്താ ഇങ്ങനെ പറയുന്നത്? സാർ എന്താ ഇങ്ങനെ പറയുന്നത്? സാർ ഒന്നും അറിയണ്ട, ഞാൻ ചെയ്തോളാം. എന്ത് വന്നാലും അത്
ഞാൻ നേരിട്ടോളാന്നൊക്കെ പറഞ്ഞിട്ട് വിക്രം സംസാരിക്കാനാണ്. അപ്പോൾ ശ്രീനിവാസൻ പറയുന്നുണ്ട്, നീ നീ എന്താണ് ചെയ്തോ, നിന്റെ കൂടെ ഞാൻ ഉണ്ടായിരിക്കും, നീ ഒന്നുകൊണ്ടും പേടിക്കണ്ടെന്ന് പറയാനിട്ട്. അങ്ങനെ ആ ധൈര്യത്തിൽ വിക്രം പോവാണ്. അങ്ങനെ ഇവരുടെ വീട്ടിലേക്ക് ഇവരുടെ വീടെന്ന് പറഞ്ഞാൽ ഇവനും ഇവന്റെ ഫ്രണ്ട്സൊക്കെ താമസിക്കുന്ന ഒരു വീട്ടിലെ ചെല്ലാണ്. ആ വീടിന്റെ ഡോറ് ചവിട്ടി തുറന്നപ്പോൾ അവിടുന്ന് ഒരു പെൺകുട്ടി രക്ഷപ്പെട്ട് ഓടുന്നുണ്ട് കേട്ടോ. അതിന്റെ പിന്നാലെ 3 ചെറുപ്പക്കാർ ഓടി വരുന്നുണ്ട്. അതിൽ രണ്ടെണ്ണം ഇയാളുടെ MLA-യുടെ മകന്റെ ഫ്രണ്ട്സും 1 MLA-യുടെ മകനും ആയിരിക്കും കേട്ടോ. ഫ്രണ്ട്സ് ഇവര് കണ്ടപ്പോൾ തന്നെ ഓടി രക്ഷപ്പെടുന്നുണ്ട്. MLA-യുടെ മകനെ വിക്രം പരമാവധി അടിക്കുന്നുണ്ട് ആ വീട്ടിൽ നിന്ന്. അവിടുന്ന് അടി കിട്ടിയിട്ട് ഓടി റോട്ടിൽ കൂടെ ഓടുന്ന അവന്റെ പിന്നാലെ വിക്രം തുരത്തി വരികയാണ്. ഈ സമയത്താണ് അമ്പലത്തിൽ പോയിട്ട് വേദ തിരിച്ചു വരുന്നത് കേട്ടോ. വേദ ഒറ്റയ്ക്കാണ് അമ്പലത്തിൽ പോയിട്ടുണ്ടാവുക. അമ്പലത്തിൽ പോയി വേദ തിരിച്ചു വരുന്നുണ്ട്. ആ തിരിച്ചു വരുന്ന വേദ ഓട്ടോയിലാണ് വരുന്നത്. ഓട്ടോയിൽ വരുന്ന വേദ വിക്രം ഒരാളെ ഇങ്ങനെ തുരത്തി അടിക്കുന്നത് കാണാൻ കേട്ടോ. അതും വിക്രം അവനോട് അത്രയും ക്രൂരായിട്ടാണ് വിക്രം പെരുമാറുക കേട്ടോ. അടിച്ച് വീഴ്ത്തുന്നുണ്ട്. പിന്നെ അവന്റെ കൈ ഒരു കാറിന്റെ ഡോറിന്റെ ഇടയിൽ ഇട്ട് ഡോർ അടയ്ക്കുന്നുണ്ട്. പിന്നെ ഡോർ അടയ്ക്കുന്നുണ്ട്. അങ്ങനെ വീണ് കിടക്കുന്ന അവന് വീണ്ടും വിക്രം അടിക്കുന്നുണ്ട്. പിന്നെ ഒരു ഇരുമ്പ് തണ്ടുകൊണ്ട് അവന്റെ കാലും കൈയൊക്കെ അടിച്ചൊടിക്കുന്നുണ്ട്. എവിടൊക്കെ അടിക്കാൻ പറ്റുമോ അങ്ങനെയൊക്കെ അവനെ അടിക്കുന്നുണ്ട്. ഇതൊക്കെ കാണുമ്പോൾ വിക്രത്തിനോട് ദേഷ്യവും എന്തൊക്കെയോ തോന്നാനുണ്ട് വേദയ്ക്ക്. വിക്രം ഇങ്ങനെ ഒരു ഗുണ്ടയാണെന്ന് പറഞ്ഞു കേട്ടിട്ടേ ഉള്ളൂ, അല്ലാതെ ആരെയും ഇങ്ങനെയൊന്നും ക്രൂരായിട്ട് ആരോടും പെരുമാറുന്നത് വേദ ഇതുവരെ കണ്ടിട്ടില്ല കേട്ടോ. അപ്പൊ വേദയ്ക്ക് സങ്കടവും ദേഷ്യവും ഒക്കെ വരുന്നുണ്ട് കേട്ടോ. അങ്ങനെ ഒരു കല്ലെടുത്തിട്ട് വിക്രം അവന്റെ മുഖത്തൊക്കെ അടിക്കുകയാണ് കേട്ടോ. അത്രയും ക്രൂരായിട്ട് അയാളോട്, ഇയാൾ എങ്ങനെയാണോ ആ പെൺകുട്ടിയോട് പെരുമാറിയത് അതിലും ക്രൂരായിട്ട് വിക്രം അവനോട് പെരുമാറാണ് കേട്ടോ. പക്ഷെ ആ റോട്ടിൽ അത് കണ്ടു നിന്ന് ആരും വിക്രത്തിനെ എതിർക്കാനോ അല്ലെങ്കിൽ പിടിച്ചു മാറ്റാനോ ഒന്നും നോക്കുന്നില്ല കേട്ടോ. അങ്ങനെ വീട്ടിലെത്തി വേദ ആരോടും ഒന്നും പറയാതിരിക്കുകയാണ്. കുറെ കഴിയുമ്പോൾ വിക്രം വരുന്നുണ്ട്. അപ്പൊ വിക്രമിന്റെ കയ്യിൽ ചോരയുണ്ട് കേട്ടോ. അപ്പൊ എവിടെ പോയിട്ട് വരികയായിരുന്നു, ഇതെന്താ കയ്യിലെന്ന് വിക്രത്തിനോട് വേദ ചോദിക്കുന്നുണ്ട് കേട്ടോ. അതൊന്നുമില്ല ഗ്രീസ് പറഞ്ഞിട്ട് വേദയോട് വിക്രം തർക്കിക്കുന്നുണ്ട് കേട്ടോ. അപ്പൊ വേദ പറയുന്നുണ്ട്, ഗ്രീസോ, അത് ചോരയല്ലേ, ഞാൻ കണ്ടു നിങ്ങളൊരാളെ റോട്ടിൽ ഓടിച്ചിട്ട് അടിക്കുന്നതും കൈയും കാലും ഒടിക്കുന്നതും. ഇങ്ങനെയൊക്കെ ക്രൂരായിട്ട് നിങ്ങൾക്ക് എങ്ങനെ പെരുമാറാൻ പറ്റുന്നു? നിങ്ങൾ ഗുണ്ടയാണെന്ന് പറഞ്ഞു കേട്ടിട്ടേ ഉള്ളൂ, പക്ഷെ ഇങ്ങനെയൊക്കെ ഒരു മൃഗത്തിന് പോലും പെരുമാറാൻ പറ്റില്ല. അത്രയ്ക്ക് വൃത്തിയായിട്ട ആൾക്ക് ഇങ്ങനെയൊക്കെ പെരുമാറാൻ പറ്റുള്ളൂ എന്നൊക്കെ പറയുന്നുണ്ട് കേട്ടോ. അപ്പോൾ അമ്മയും ശ്രീജേർത്തി എല്ലാവരും നോക്കുന്നുണ്ട്, അച്ഛനും നോക്കുന്നുണ്ട് കേട്ടോ. കണ്ടില്ലേ അമ്മയുടെ മകൻ്റെ ഇത്, റോട്ടിലിട്ട് ഒരാളെ പട്ടി തല്ലുന്ന പോലെ തല്ലി ചതയ്ക്കായിരുന്നു. അയാൾ ജീവനോടെ ഉണ്ടോ എന്ന് പോലും എനിക്ക് സംശയമാണ്, അങ്ങനെ തല്ലിയിരുന്നത് എന്ന് പറയാൻ കേട്ടോ. അപ്പൊ വിക്രം ഒന്നും പറയാതെ തല താഴ്ത്തിക്കുന്നുണ്ട്. എന്തിനാ നിങ്ങൾ അങ്ങനെ ചെയ്തത്, ആർക്ക് വേണ്ടിയിട്ടാണ് നിങ്ങൾ അങ്ങനെയൊക്കെ ചെയ്തത് എന്നൊക്കെ ചോദ്യം ചെയ്യുന്നുണ്ട് കേട്ടോ വേദ. അപ്പൊ വിക്രം പറയുന്നുണ്ട്, നീ നിന്റെ കാര്യം നോക്കിയാൽ മതി, എന്റെ കാര്യത്തിൽ ഇടപെടാൻ വരണ്ട എന്ന് പറയുന്നുണ്ട് കേട്ടോ. അപ്പൊ അമ്മ വന്ന് ചോദിക്കുന്നുണ്ട്, എന്താ മോനെ നീ എന്താ ചെയ്തത്, എന്തിനാ നീ അങ്ങനെയൊക്കെ ചെയ്തത്, കാര്യം പറയാന്ന് പറയുന്നുണ്ട്. ഒന്നുമില്ല അമ്മ, എനിക്കിപ്പോൾ ആരോടും പറയാൻ പറ്റില്ല എന്ന് പറഞ്ഞിട്ട് വിക്രം തിരിഞ്ഞു നടക്കാൻ നോക്കണ്ട. അപ്പോൾ മാഷ് പറയുന്നുണ്ട്, പിന്നെയും തുടങ്ങിയോ, ഇനി എന്തൊക്കെ കേസും കൊല്ലാപ്പമായിട്ട് പോലീസുകാർ ഇവിടെ കയറി ഇറങ്ങേണ്ടി വരുമോ എന്ന് ചോദിക്കുന്നുണ്ട് കേട്ടോ. അപ്പൊ വിക്രം ഒന്നും പറയുന്നില്ല കേട്ടോ. ഒന്നും പറയാതെ വിക്രം കയറി പോകുന്നുണ്ട് കേട്ടോ. അപ്പൊ എല്ലാരും വിക്രത്തിനെ കുറ്റപ്പെടുത്തുമ്പോൾ കമല പറയുന്നുണ്ട്, എൻ്റെ മകൻ അങ്ങനെ ആരെങ്കിലും അടിക്കുന്നു ചെയ്തിട്ടുണ്ടെങ്കിലും അതിനെന്തെങ്കിലും കാര്യം ഉണ്ടാവും, ന്യായമില്ലാത്ത ഒരു കാര്യത്തിൽ അവൻ ഇടപെടില്ല, അങ്ങനെ അവൻ തല്ലിയിട്ടുണ്ടെങ്കിൽ അതൊരു വൃത്തികെട്ടവനായിരിക്കും എന്ന് പറയാൻ കേട്ടോ. അങ്ങനെ വേദ ഇവന്റെ റൂമിലേക്ക് കയറി ചെല്ലുമ്പോഴേക്കും ഈ ശ്രീനിവാസൻ സാറിനോട് വിക്രം സംസാരിക്കുന്നതാണ് കേട്ടോ കാണുന്നത്. അത് സ്പീക്കറിൽ ഇട്ടിട്ടാണ് സംസാരിക്കുക. അപ്പൊ ശ്രീനിവാസൻ പറയുന്നുണ്ട്, നീ ഒന്നുകൊണ്ടും പേടിക്കണ്ട, എന്ത് വന്നാലും ഞാൻ നോക്കിക്കോളാം, ആ മാർക്കറ്റിൽ ഉണ്ടായിരുന്നവരോടൊക്കെ ഞാൻ പറഞ്ഞിട്ടുണ്ട്, നിനക്കെതിരെ സാക്ഷി ആരും പറയില്ല, നീ ഒന്നുകൊണ്ടും പേടിക്കണ്ട, എന്ത് വന്നാലും അത് ഞാൻ നോക്കിക്കോളാം എന്ന് പറയാൻ കേട്ടോ. അപ്പൊ ശരി സാർ എന്ന് പറഞ്ഞിട്ട് വിക്രം ഫോൺ വെക്കുന്നുണ്ട്. അപ്പൊ വേദയ്ക്ക് എന്താണ് തോന്നുക, വിക്രം ഒരു രാഷ്ട്രീയക്കാരന് വേണ്ടിയിട്ട്, അയാൾക്ക് വേണ്ടിയിട്ട് അയാൾ പറഞ്ഞ ആരെയോ തല്ലി ചതച്ചതാണ് എന്ന് വിചാരിച്ചിട്ടാണ് വിക്രത്തിനെതിരെ പിന്നീട് വേദ തിരികെയൊക്കെ ചെയ്യാട്ടോ. അങ്ങനെ പോലീസുകാർ വരുമ്പോൾ വിക്രത്തിനെതിരെ സാക്ഷിയൊന്നുമില്ല. അങ്ങനെ വിക്രത്തിനെതിരെ സാക്ഷി ഐ വിറ്റ്നസ് ആയിട്ട് വേദ പോവുകയാണ്. വേദ വിക്രത്തിനെതിരെ മൊഴി കൊടുക്കുന്നുണ്ട്, സാക്ഷിയാവുന്നുണ്ട്. വിക്രം ചെയ്തതിനൊക്കെ സാക്ഷിയാണല്ലോ വേദ, അതുകൊണ്ട് പോലീസ് സ്റ്റേഷനിൽ പോയിട്ട് വേദ മൊഴി കൊടുക്കുന്നുണ്ട്. അത് പിന്നെ വീട്ടിലെ വേദയുടെ എല്ലാവരും ദേഷ്യത്തിലായിരിക്കും. വേദേനെ കമല വെറുക്കുന്നുണ്ട്.
ഈ വേദം മൊഴി കൊടുത്തതുകൊണ്ട് മാത്രമാണ് വിക്രത്തിനെ പോലീസിന് അറസ്റ്റ് ചെയ്യാൻ പറ്റുന്നതും പോലീസ് അറസ്റ്റ് ചെയ്ത് കൊണ്ടുപോകുന്നത് കേട്ടോ. വിക്രത്തിനെ പോലീസ് അറസ്റ്റ് ചെയ്ത് കൊണ്ടുപോകുന്നുണ്ട്. അത് ഒറ്റൊരാളുടെ മൊഴിയുടെ പേരിലാണ്. അത് സ്വന്തം ഭാര്യയായ വേദയുടെ മൊഴിയുടെ പേരിലാണ് വിക്രത്തിനെ പോലീസ് അറസ്റ്റ് ചെയ്ത് കൊണ്ടുപോകുന്നത് കേട്ടോ. അപ്പൊ അത് കമലയ്ക്ക് വലിയ ദേഷ്യമാവും വേദയോട് കരഞ്ഞു കാല് പിടിക്കുന്നത് പോലെ മൊഴി കൊടുക്കരുത് വിക്രത്തിനെതിരെ, അവൻ ചെയ്തതിൽ എന്തെങ്കിലും ന്യായം ഉണ്ടാവും, അതൊന്നും അറിയാതെ നീ അങ്ങനെയൊന്നും ചെയ്യരുത് എന്നൊക്കെ വേദയോട് പറയുന്നുണ്ടെങ്കിലും എൻ്റെ മനസാക്ഷിയെ മുൻനിർത്തിയിട്ട് എനിക്ക് എന്തും ചെയ്യാൻ പറ്റുള്ളൂ അമ്മേ. എൻ്റെ മനസാക്ഷി വെച്ച് നോക്കുമ്പോൾ നിങ്ങളുടെ വിക്രം ചെയ്തത് തെറ്റാണ്. അത് എന്തോ ആയിക്കോട്ടെ, ഇനി അവൻ അടിച്ചത് ഏത് ക്രിമിനലിനായാലും ഇങ്ങനെയൊന്നും ഒരാളെ ഉപദ്രവിക്കാൻ പാടില്ല. അത് കണ്ടു നിന്ന് എനിക്ക് വിക്രത്തിന് ശിക്ഷ വാങ്ങിക്കൊടുക്കാനേ പറ്റുള്ളൂ. അല്ലാതെ എല്ലാം മനസ്സിൽ ഒളിപ്പിച്ച് നടക്കാനോ ഒതുക്കി പിടിച്ച് നടക്കാനോ ഒന്നും എനിക്ക് പറ്റില്ല. അതുകൊണ്ട് അമ്മ എന്നോട് ക്ഷമിക്കണം എന്ന് പറയുന്നുണ്ട് കേട്ടോ. അങ്ങനെ വേദയുടെ ഒറ്റ മൊഴിയുടെ പേരിൽ വിക്രം അറസ്റ്റിലാകപ്പെടുകയാണ്. അങ്ങനെ സ്റ്റേഷനിൽ വിക്രത്തിനെ ജയിലിൽ അടയ്ക്കുന്നുണ്ട്. പിന്നീട് കോടതിയിൽ എത്തുന്നുണ്ട്. കോടതിയിലും വേദ ഇതേ മൊഴി തന്നെയാണ് കൊടുക്കുക. വേദയുടെ വീട്ടുകാരും ദർശനും ഒക്കെ വന്ന് പറയുന്നുണ്ട് അങ്ങനെ കൊടുക്കരുത്, അത് അവസാനം നിനക്ക് തന്നെയാണ് വിനയാവുക. വിക്രത്തിന് നിന്റെ മൊഴി അത്രയും സ്ട്രോങ് ആയതുകൊണ്ട് വിക്രത്തിന് ശിക്ഷ കിട്ടാൻ 100% ചാൻസ് ഉണ്ട്. ശിക്ഷ കിട്ടുക എന്ന് പറഞ്ഞതിന് അത് 7 വർഷം 8 വർഷമൊക്കെ ആവും. ഒന്നല്ലെങ്കിൽ ജീവപര്യന്തം കിട്ടാനുള്ള ചാൻസ് വരെ ഉണ്ട്. അതുകൊണ്ട് നീ അത് ചെയ്യരുതെന്ന് ദർശൻ വരെ വേദയോട് പറയുന്നുണ്ട്. വേദയുടെ വീട്ടുകാരും പറയുന്നുണ്ട്. പക്ഷെ വേദ അതൊന്നും കണക്കിലെടുക്കാതെ വിക്രത്തിനെതിരെ മൊഴി നൽകുന്ന എപ്പിസോഡാണ് വരാൻ പോകുന്നത്. അപ്പോൾ വീഡിയോ ഇഷ്ടമായി കഴിഞ്ഞാൽ എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം. താങ്ക്